അതിനുശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ ജനനായക കക്ഷിയും സോഷ്യലിസ്റ്റ് പാർട്ടിയും മാറി മാറി ഭരിച്ചുകൊണ്ടിരുന്നു. ഇപ്പോൾ സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ ഭരണമാണ്. ഈ പ്രാവശ്യമെങ്കിലും യുവജന നേതാവിന്റെ പോസ്റ്റ് എൻ്റെ മോന് കിട്ടുമോ? നിങ്ങൾക്ക് നേതാവിന്റെ മരുമോനുണ്ടല്ലോ, പിന്നെന്തിനാ ഈ പേടി? അതൊക്കെ ശരി തന്നെയാ. പക്ഷെ ലിസ്റ്റിൽ ആ കുട്ടിയുടെ പേരുണ്ടല്ലോ, അതാ ഞാനിപ്പോൾ ആലോചിക്കുന്നത്. ലിസ്റ്റിൽ മാത്രമല്ല, എല്ലാവരുടെ മനസ്സിലും ഉണ്ട്. ചേട്ടാ, നമ്മൾ ജീവിക്കാൻ വേണ്ടി രാഷ്ട്രീയത്തിൽ വന്നതാ. അവൻ ജനിച്ചത് രാഷ്ട്രീയത്തിന് വേണ്ടിയാ. അവന് കിട്ടാനുള്ളത് ആര് വിചാരിച്ചാലും തട്ടി മാറ്റാൻ കഴിയില്ല. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നേതാവിന്റെ മരുമം വന്ന നേതാവ് വന്ന പോലെയാ. നമസ്കാരം. നമസ്കാരം ചേട്ടാ. നേതാവ് കൃത്യം 10 മണിക്ക് ഓൺലൈനിൽ വരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പോസ്റ്റ് ലിസ്റ്റിലുള്ള 5 പേരും കൃത്യമായിട്ട് ഇവിടെ ഉണ്ടാവണം. ചേച്ചിയോട് പറഞ്ഞിട്ടുണ്ട്, ഒരു പ്രശ്നവുമില്ല. നീ പറഞ്ഞിട്ടാണ് അവനെ പാർട്ടിയിൽ ചേർത്തത് തന്നെ. ഇപ്പൊ അവൻ പറയുന്നതെല്ലാം ഞാൻ ചെയ്യണം. തലമറന്ന് എണ്ണ തേക്കരുതെന്ന് പറയാം. പോ. അപ്പൊ നിങ്ങളുടെ വാക്കിന് ഇത്രേ വിലയുള്ളൂ. 3 പേരും നിങ്ങളുടെ പേര് കേട്ട ഉടനെ കോൺഫറൻസിന് പോലും വന്നില്ല. ആ കൊടിയാണ് എല്ലാത്തിനും കാരണക്കാരൻ. അവനാണെങ്കിൽ ഇപ്പൊ പറഞ്ഞാലും കേൾക്കത്തില്ല. ഇതുവരെ വരാൻ പറ്റാത്ത കൂടി ഇത്തവണയും വരാൻ പാടില്ല. കോൺഫറൻസിന് പോലും വരാത്ത ഒരുത്തിന് എങ്ങനെ പോസ്റ്റിംഗ് കൊടുക്കുമെന്ന് ഞാൻ നേതാവിനോട് ചോദിക്കും. അവൻ എവിടെയുള്ളതെന്ന് അന്വേഷിക്കും. അങ്കിൾ സ്പീക്കറിലിടും മോനെ. എടാ കൊടി, നീ എവിടെയുള്ള? ഞാൻ പഞ്ചറാടാ. ഞാൻ പിള്ളേരൊന്ന് സ്കൂളിലാക്കി വന്നു. വണ്ടി നിറക്കടാ. നമസ്കാരമുണ്ട്. എന്താ എല്ലാവരും കൂടി ഇങ്ങനെ ഒരു പോത്ത് കൂട്ടം പോലെ വണ്ടിയുടെ മുന്നിൽ ഒന്ന് നിൽക്കുന്നത്? വണ്ടിക്കകത്ത് പിള്ളേരൊക്കെ ഇരിക്കുന്നുണ്ടല്ലോ. അവർക്ക് എന്തെങ്കിലും പറ്റിയ നിങ്ങൾ എന്ത് ചെയ്യും? എന്താവാനാ, പിള്ളേരെ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യും, അത്ര തന്നെ. പാർട്ടി ഓഫീസിലേക്ക് പോകാൻ പറ്റില്ല. ഓ, പാർട്ടി ഓഫീസിലേക്ക് ഞാൻ പോകാൻ പാടില്ല? അയ്യോ, നിങ്ങൾ വെറുതെ തമാശ കളിക്കില്ല. നിങ്ങൾ ചെന്നാൽ എനിക്ക് പിള്ളേരെ കൊണ്ട് സ്കൂളിൽ പോകാനുള്ളതാ. പോയെ. നീ പോണമെങ്കിൽ ഞങ്ങളെ മറികടന്ന് വേണം പോകാൻ. എനിക്ക് മറികടക്കാനൊന്നും അറിയില്ല. വേണമെങ്കിൽ 2 തൊഴി എന്നിട്ട് പോവാം. ഒരു മിനിറ്റ് നിൽക്ക്, ഒറ്റ മിനിറ്റ്. ഇരിക്കട്ടോ മക്കളെ. നിങ്ങൾ ഇവിടെ നടക്കുന്നൊന്നും കാണണ്ട. നിങ്ങൾ വീഡിയോ ഗെയിം കളിച്ചോണ്ടിരിക്കുക. അങ്കിൾ ഇതേ ഒരു 5 മിനിറ്റിൽ. പാർട്ടി ഓഫീസിലേക്ക് പോകേണ്ടതാ. ഷർട്ടിൽ അഴുക്ക് പറ്റിയ ശരിയാവില്ല. എല്ലാവരും കേട്ടല്ലോ അല്ലേ? ഏയ് നിക്ക് നിക്ക് നിക്ക്. അഴുക്കാക്കരുതെന്ന് പറഞ്ഞില്ലടാ ഞാൻ. ഷർട്ട് നിനക്ക് എന്താ വേണ്ടത്? വാ, തേച്ചോ തേച്ചോ. അടി ഉണ്ടാവുമ്പോൾ ഷർട്ട് എടുക്കാമെന്ന് എനിക്കറിയില്ല. എപ്പോഴും അലേർട്ടായിട്ടിരിക്കുന്നവനാടാ രാഷ്ട്രീയക്കാരൻ. എത്ര നേരം ഇവൻ എവിടെ പോയി കിടക്കുക? എപ്പോഴാടാ വന്നേ? ഏതിലടാ വന്നേ? ഭരത്തെ, നമ്മൾ വന്നതും ജീവിച്ചതും സമ്പാദിച്ചതൊന്നും അല്ലടാ കാര്യം. നമ്മൾ എങ്ങനെ ഇവിടെ എത്തി എന്നുള്ളതാണ് പ്രധാനം. ഇപ്പം ഞാൻ എന്താ ചോദിച്ചത്, നീ എന്താ പറയുന്നത്? രാഷ്ട്രീയത്തിലൊന്നും എങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞോടാ. നമ്മുടെ നേതാവത്തെ. നമസ്കാരം. നമസ്കാരം. നമ്മുടെ യുവജന നേതൃത്വത്തിലേക്ക് ജില്ലാ പ്രസിഡന്റ് 5 പേരെ നിർദ്ദേശിച്ചിരിക്കുകയാണ്. യുവജന നേതാവ് എന്ന പദവി അത്ര നിസ്സാരമല്ല. പാർട്ടിയുടെ ഭാവി തീരുമാനിക്കേണ്ടത് അവനാണ്. അങ്ങനെ ചിന്തിക്കുമ്പോൾ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ നമ്മൾ തോറ്റുപോയെങ്കിലും അവന്റെ വാർഡിൽ കഴിഞ്ഞതിനേക്കാളും 5000 വോട്ട് കൂടുതൽ നേടിത്തന്നവനാണ്. ഞാനാണ് അവന് പേരിട്ടത് കൊടി. ഇനി അവനാണ് ഈ ജില്ലയുടെ യുവജന നേതാവ്.
പാർട്ടി ഭാരവാഹികളും എല്ലാ അംഗങ്ങളും അവനോട് ചേർന്ന് പാർട്ടിയെ ശക്തിപ്പെടുത്തണമെന്ന് താഴ്മയായി അപേക്ഷിക്കുന്നു.